തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നിരഞ്ജന എവിടെ പോയതാ? പുറത്തു പോയതാ. അതെനിക്ക് മനസ്സിലായി. സ്ഥലം എവിടെയാണെന്നാ ചോദിച്ചത്. ഒരു ഫംഗ്ഷനിലാണെന്ന് മാത്രം പറഞ്ഞു. ഫംഗ്ഷൻ? ആ ഫംഗ്ഷന് പോയപ്പോ നീ കൂടി പോകാതിരുന്നത് എന്തുകൊണ്ടാ? അതിനെ കൊണ്ടുപോകണ്ടേ. വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവം എനിക്ക് പണ്ടേയില്ല. ഡാഡി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. നീ അവനെ വിളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. എന്താ ഡാഡി, എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ആദ്യം ഞാൻ പറയുന്നത് നീ അനുസരിക്കും. എടുക്കുന്നില്ല. എടുക്കില്ല. എന്താ കാര്യമെന്ന് പറയേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ഡാഡി ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. പുറത്തു പോയ അദ്ദേഹത്തിനോട് ഇതുവരെ തിരിച്ചു വരാനും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ. ഒരു കാരണമില്ലാതെ ഡാഡി ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ സത്യം പറയാതിരിക്കുന്നത്? അതൊന്നുമല്ല. എൻ്റെ കുറെ പഴയ സ്നേഹിതന്മാരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ മറ്റും നടത്തുന്നവരാ. നിരഞ്ജനുണ്ടെങ്കിൽ നിരഞ്ജനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും ഇത് വേണ്ട, അവരോട് വരണ്ടെന്ന് പറയാം. ഡാഡി എന്ന് മുതലാ നുണ പറയാൻ തുടങ്ങിയത്? അത്തരം ഒരു കഴിവ് ഡാഡിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പഴയ സ്നേഹിതന്മാര്. ആ സ്വാമി അല്ലാതെ വേറെ ഏതെങ്കിലും കൂട്ടുകാര് ഡാഡിക്കുണ്ടോ? എന്താ ഡാഡി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്താ പ്രശ്നം? എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണെന്നും അറിയാം. എന്നോടത് പറയാൻ വയ്യ. അതാ ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആദ്യം നീ നിന്റെ സംശയം ഒന്ന് അവസാനിപ്പിക്കുക. എന്നോട് വഴക്കിടാൻ വരുന്നതും അവസാനിപ്പിക്കുക. എന്നിട്ട് നിരഞ്ജന്റെ കാര്യത്തിൽ ശ്രദ്ധ പോരെങ്കിൽ അത് കൂട്ടാനുള്ള വഴി എന്താണെന്ന് ആലോചിക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ പൊരുള്? ബാക്കിയൊക്കെ ഞാൻ വഴിയേ പറയാം. ഫോൺ വരുന്നുണ്ടല്ലോ. എന്താ എടുക്കാത്തെ? അക്ഷര. അതിനെന്താ, എടുത്ത് സംസാരിക്കേ. ഞാൻ മാലുവിൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് അക്ഷരയോട് പറഞ്ഞിട്ടില്ല. എങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്ന് പറയേ. തുടർച്ചയായിട്ട് വിളിക്കുന്ന കണ്ടില്ലേ. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ? എന്തിനാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത്? ഒരു തവണ കട്ട് ചെയ്താ മനസ്സിലാക്കിക്കൂടെ ഞാൻ തിരക്കിലാണെന്ന്? അതെങ്ങനെയാ? ഈടെയായിട്ട് കോമൺ സെൻസും ഇല്ലല്ലോ. നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഫംഗ്ഷനിലാണെന്ന്. ഏത് ഫംഗ്ഷൻ? എവിടെയാ ഫംഗ്ഷൻ നടക്കുന്നത്? നീ എന്നെ ചോദ്യം ചെയ്യണോ? എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ദോഷം വരുന്ന എന്തോ ഒന്നും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഉള്ളിലൊരു തോന്നല്. ഇതിന്റെ പേരാണ് സംശയം. സംശയം ഒരു രോഗമാണെന്നറിയാലോ. അതിനുള്ള ചികിത്സയാണ് നടത്തേണ്ടത്. അല്ലാതെ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുകയല്ല. ആ ഫംഗ്ഷൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ ഡാഡി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തിന്? ഉപദേശിക്കാനോ അതോ കുറ്റപ്പെടുത്താനോ? ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാ. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരട്ടെ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എത്താൻ ഒരുപാട് വൈകും. നിങ്ങളെന്നോട് നുണയൊന്നും അല്ലല്ലോ പറയുന്നത്? അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ. ആദ്യം മറ്റുള്ളവരെ വിശ്വസിക്കാൻ പഠിക്കേ, അപ്പോഴേ സമാധാനം കിട്ടും. എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അക്ഷര പാവല്ലേ? ഏത് ഫംഗ്ഷനാ മോളെ നിരഞ്ജൻ പോയത്? അറിയില്ല. നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എങ്കിൽ സൂക്ഷിക്കണം മോളെ. ഒരു ഭർത്താവ് ഭാര്യയോട് ഇതുപോലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അവന് രഹസ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. അതത്ര നല്ലതല്ല. അദ്ദേഹം അങ്ങനൊന്നും പറയാതിരിക്കുന്ന ആളല്ല അപ്പച്ചി. ആളായിരുന്നില്ല എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി? ആ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാ. എന്ത് വാങ്ങാനാ വന്നേന്ന് ചോദിച്ചപ്പോ എന്നോട് നുണ പറഞ്ഞു. ഒരാള് നുണ പറയാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാലോ? ആ ഗിഫ്റ്റ് എനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ഞാൻ കരുതിയത്. ഞാനും അങ്ങനെയാണല്ലോ വിചാരിച്ചത്. മോൾക്കല്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് വേണ്ടി അത് വാങ്ങിയത്? ഗിഫ്റ്റുമായിട്ട് പോവേണ്ട ആ ഫംഗ്ഷനിൽ എന്തുകൊണ്ട് മോളെ ഒഴിവാക്കി?